ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹസ്ലിംഗ് ഹണി. സോ ഇന്ന് ഒരു സൺഡേ ഈവനിങ് ആണ്. നമ്മൾ ചെറുതായിട്ട് പുറത്തേക്കൊന്ന് പോവാന്ന് വെക്കുന്നു. നമ്മൾ പോകുന്ന എങ്ങോട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്? ചെറി ബ്ലോസം കാണാൻ. സോ ചെറി ബ്ലോസം കാണാനായിട്ട് നമ്മൾ പോവാണ്. ഇവിടെ സ്പ്രിംഗിൽ ചെറി ബ്ലോസം കാണുന്നത് ലൈക്ക് മൈൻഡിനൊക്കെ ഒരു റിഫ്രഷ്മെന്റ് പോലെയാണ്. സോ അതിന് നമ്മൾ സ്പോട്ട് എവിടെയാണെന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ സ്പോട്ട് നമ്മൾ നോക്കണം എങ്ങോട്ടേക്കാണെന്ന്. സോ ഇനി ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. സോ ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോ എവിടെ എത്തിയിരിക്കുന്നത്? ജോയ്സ് ആർച്ച്ഡിക്കൻ പാർക്ക്. സോ ജോയ്സ് ആർച്ച്ഡിക്കൻ പാർക്കിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സോ ഒത്തിരി കുറെ ക്രൗഡ് ഉണ്ട്. ഇന്ന് ക്ലൈമറ്റും കുറച്ച് നല്ലതായതുകൊണ്ട് കുറച്ച് ക്രൗഡ് ഉണ്ട്. സോ ഗൈസ്, അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു മരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് നടക്കുന്നത്. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ക്ലൈമറ്റും അത്യാവശ്യം നല്ലതായതുകൊണ്ട് എല്ലാവരും കാണും നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ കുറേ നേരം നടന്നു. ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു മരം കിട്ടാനും എന്നാലല്ലേ പിക്ചറൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒടുവിൽ നമുക്ക് ഒരെണ്ണം കിട്ടി ഗൈസ്. ചെറി ബ്ലോസം അല്ലെങ്കിൽ സക്കൂറ. ഇതിന് പിന്നെ ശരിക്കും പറഞ്ഞ ഒരു ഹിസ്റ്ററി ഉണ്ട് ഗൈസ്. ഇത് ശരിക്കും പറഞ്ഞ ജാപ്പനീസ് കൾച്ചറിൽ അവരുടെ ഫ്രജിലിറ്റിയും ബ്യൂട്ടി ഓഫ് ലൈഫിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നാണ്. അങ്ങനെ 1959 ജാപ്പനീസ് അംബാസിഡർ ആണ് ശരിക്കും പറഞ്ഞാൽ കാനഡയ്ക്ക് ഒരു 2000 ചെറി ട്രീസ് ഗിഫ്റ്റ് ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വേൾഡ് വാർ 2 കനേഡിയൻസ് ഹെൽപ്പ് ചെയ്തത് കൊണ്ട് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ സിമ്പിളായിട്ടും ഗ്രാറ്റിറ്റ്യൂഡായിട്ടുമാണ് ശരിക്കും പറഞ്ഞാൽ ചെറി ട്രീസ് ഗിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ജെസ്ചർ അവർ പലതവണ റിപ്പീറ്റ് ചെയ്തത് കൊണ്ടാണ് ഹൺഡ്രഡ്സ് ഓഫ് ചെറി ട്രീസ് പല പാർക്കിൽ പല പാർട്സ് ഓഫ് കാനഡയിൽ പ്ലാന്റ് ചെയ്യുകയും അത് സ്പ്രിംഗ് സീസണിൽ നന്നായിട്ട് വന്ന് നല്ല രീതിക്ക് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രീ ആയത്. അങ്ങനെ നമുക്ക് ക്ലോസ് ആയിട്ട് ഒരു മരം കിട്ടിയതുകൊണ്ട് ഞങ്ങൾ 3 പേരും നല്ല ഫോട്ടോസ് ക്യാപ്ചർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നടന്ന് ആ പാർക്ക് ഫുള്ള് നടന്ന് ഈ ചെറിയ ട്രീസ് എല്ലാം ക്ലോസ് ആയിട്ട് ഞങ്ങൾ നോക്കുമായിരുന്നു. പിന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പാർക്കായിരുന്നു. നടുക്കൂടെ ഒരു കനാല് പോലെ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സൗണ്ട്, പിന്നെ കിളികളുടെ സൗണ്ട്, ഇതെല്ലാം നമുക്ക് കേൾക്കുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നു ഗൈസ്. കാരണം പ്രത്യേകിച്ച് ഈ വിന്റർ ഒക്കെ കഴിഞ്ഞിട്ട് ഇതുപോലൊരു പ്ലേസിൽ വന്ന് ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിനൊരു വല്ലാത്ത റിഫ്രഷിങ് ഫീൽ ആയിരുന്നു. ഇവിടെ ഇങ്ങനെ ഇതാണ് ഡാൻഡലോൺസ് ഉണ്ട്. സ്പ്രിങ് വരുമ്പോൾ ആദ്യം വരുന്ന പൂവാണ് ഡാൻഡലോൺസ്. ശരിക്കും ഇവിടെ കളയായിട്ട് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. കാരണം അതിൻ്റെ റൂട്ട് ആഴത്തി ചെന്നിട്ട് മറ്റ് പ്ലാന്റ്സിനെ നശിപ്പിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ല മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള ഒരു ഇതാണ്. ഇതിൻ്റെ പൂവ് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ചായ പോലെ കുടിക്കാം. ഇതിൻ്റെ റൂട്ട്സ് ശരിക്കും കാഫിക്ക് വരും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നതുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നാച്ചുറലി ഗ്രോൺ ആണ്. ഇതിനകത്ത് ഇത് കണ്ട് ഇതെന്താന്ന് പറയാമോ? ഈ പൂ അച്ഛൻ ഇതെന്താ? ഇത് പൂവ് ട്യൂബ്രോസോ? ഇതോ? ഇത് പൂവ് അച്ചു പറ. ഇതാണ് ഡാഫോഡിൽസ്. ഇതാണ് ഡാഫോഡിൽസ് ഉണ്ട്. ഇതിവിടെ വൈൽഡ് ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെ കുറേ പൂക്കളുണ്ട്. ഇതൊക്കെ ശരിക്കും എനിക്ക് ഇതിലൊരു ബ്ലൂ ഫ്ലവർ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. നല്ല കുഞ്ഞൊരു ആക്ച്വലി കണ്ടോ കുഞ്ഞിപ്പൂ കണ്ടോ ബ്ലൂ ഭയങ്കര ഉണ്ട്. സോ അപ്പൊ നമ്മള് ചെറി ബ്ലോസം ഒക്കെ കണ്ടു കഴിഞ്ഞു. കൊറേ ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ ഇവിടെ കുറെ അധികം എനിക്കൊന്നൊരു 20 പുറത്ത് മരങ്ങളുണ്ട് ആക്ച്വലി അല്ലെ. കുറെ എല്ലാ മരങ്ങളും ഓൾമോസ്റ്റ് ബ്ലൂം ചെയ്ത് നിൽക്കുക. അപ്പൊ അതുകൊണ്ട് നല്ലൊരു കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയായിരുന്നു. അതിൽ ക്ലൈമറ്റും നല്ലതായിരുന്നു ഇന്ന്.
പിന്നെ എന്താണ് പറയാ, സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. ചെറിയൊരു ചെറിയ ബ്ലോസം കാണത്തക്ക രീതിയിലുള്ള ഒരു കുട്ടി വ്ലോഗ് ആയിരുന്നു. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.